Hi, welcome to Lash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിസ്റ്റർ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ ലിറ്ററേച്ചേഴ്സിലെ ലെറ്റസ് മാർച്ച് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് എ ഗ്രേറ്റർ വയലൻസ് ദാറ്റ് വി ക്യാൻ ഇൻഫ്ലിക്റ്റ് അപ്പോൺ ചിൽഡ്രൻ? നമ്മൾ കുട്ടികൾക്ക് നേരെ ചെയ്യാവുന്ന ഏറ്റവും വലിയ അക്രമം എന്താണെന്നാണ് കൈലേഷ് സത്യാർത്ഥി പറയുന്നത്. ദ ഗ്രേറ്റസ്റ്റ് വയലൻസ് വി ക്യാൻ ഇൻഫ്ലിക്റ്റ് അപ്പോൺ ചിൽഡ്രൻ ഈസ് ഡിനൈയിങ് ദെം ദെയർ ഡ്രീംസ്. കുട്ടികളുടെ സ്വപ്നം കാണാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതാണ് ഏറ്റവും വലിയ വയലൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. Satyarthi emphasizes that refusing them education, safety and a childhood is a worst form of injustice. ലോകത്തിലെ ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത് കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സുരക്ഷിതത്വവും അതുപോലെ തന്നെ അവർക്ക് അവരുടെ കുട്ടിക്കാലവും നിഷേധിക്കുന്നതാണ് എന്നാണ് കൈലേഷ് സത്യാർത്ഥി അഭിപ്രായപ്പെടുന്നത്. What does the anecdote of the sparrow and lion teach സത്യാർത്ഥി? ഇനി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്, ഒരു കുരുവിയുടെയും സിംഹത്തിൻ്റെയും കഥ. അതിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദി അനക്ഡോട്ട് ടീച്ചേഴ്സ് സത്യാർത്ഥി ദാറ്റ് ഈവൻ ദ സ്മോളസ്റ്റ് എഫേർട്സ് ക്യാൻ മേക്ക് എ ഡിഫറൻസ് ഇൻ ഫൈറ്റിംഗ് ഇൻജസ്റ്റിസ്. ഒരു ചെറിയ പ്രവൃത്തികൾക്ക് പോലും നമ്മൾ അനീതിക്കെതിരെ പോരാടുന്ന സമയത്ത് അതിൻ്റെ ഫലമുണ്ടാകും എന്നൊരു പാഠമാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. ആ കഥയിൽ നമ്മൾ കാണുന്നത് കാട്ടിൽ തീ പിടിക്കുന്ന സമയത്ത് കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹം ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഒരു പക്ഷി വന്നുകൊണ്ട് അതിൻ്റെ കൊക്കിൽ ഒതുങ്ങുന്ന ഒരു തുള്ളി വെള്ളം കൊണ്ട് ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ആ കഥയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എതിർക്കാൻ കഴിയും. പക്ഷേ എല്ലാവരും ഓടിപ്പോവുകയാണെങ്കിൽ നമുക്കതിനെ എതിർക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ആ സ്റ്റോറിയിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. The sparrow, despite its limited capacity, does its part to extinguish the fire, symbolizing the power of individual action in bringing change. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കൊക്കിൽ ഒതുങ്ങുന്ന ഒരു തുള്ളി വെള്ളമാണ് അത് കൊണ്ടുവന്ന് തീയണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളും ഇതുപോലെ അവരവർക്ക് കഴിയുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു സന്ദേശമാണ് അദ്ദേഹം അതിലൂടെ നൽകുന്നത്. What are the things that have no place in a civilized society? ഇനി ഒരു പരിഷ്കൃത സമൂഹത്തിൽ സ്ഥാനമില്ല എന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? സ്ലേവറി, ട്രാഫിക്കിംഗ്, ചൈൽഡ് മാരേജസ്, ചൈൽഡ് ലേബർ, സെക്ഷൽ അബ്യൂസ് ആൻഡ് ഇല്ലിറ്ററസി ഹാവ് നോ പ്ലേസ് ഇൻ എ സിവിലൈസ്ഡ് സൊസൈറ്റി. അദ്ദേഹം പറയുന്നത് അടിമത്തം, അതുപോലെ തന്നെ ബാലവേല, മനുഷ്യക്കടത്ത്, അതുപോലെ സെക്ഷൽ അബ്യൂസ്, പിന്നെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിൽ സ്ഥാനമില്ല എന്ന് അദ്ദേഹം പറയുന്നു. Satyarthi argues that these injustices strip children of their basic rights and must be eradicated through collective action. അപ്പോൾ ഇത്തരം അനീതികളെല്ലാം കുട്ടികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളെല്ലാം നിഷേധിക്കുന്നതാണ്. അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. Why does Satyarthi say that he can't deliver a lecture as proposed by the Nobel Committee? ഇനി നൊബേൽ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് നൊബേൽ കമ്മിറ്റി പറഞ്ഞതുപോലെ ഒരു ലെക്ചർ തനിക്ക് നടത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്? സത്യാർത്ഥി refuses to call his speech a lecture because he is representing the unheard voices of suffering children. അദ്ദേഹം തൻ്റെ പ്രസംഗത്തെ ഒരു ലെക്ചർ എന്ന് വിളിക്കാൻ വിസമ്മതിക്കുകയാണ്. കാരണം അദ്ദേഹം അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ കേൾക്കാതെ പോകുന്ന കുട്ടികളുടെ ശബ്ദമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. He brings attention to their pain and dreams, symbolized by an empty chair, reminding the world of their struggles. അങ്ങനെ നമ്മൾ കേൾക്കാതെയും കാണാതെയും പോകുന്ന കുട്ടികളുടെ ശബ്ദത്തിൻ്റെ സിമ്പലായിക്കൊണ്ട് ഒരു ഒഴിഞ്ഞ കസേര ആ വേദിയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വാട്ട് ഈസ് സത്യാർത്ഥീസ് ഓൺലി എയിം ഇൻ ലൈഫ്? ഇനി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം എന്താണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. His only aim in life is to ensure that every child is free to live as a child, with the right to grow, play, learn and dream without fear or exploitation. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു സ്വപ്നം എന്ന് അദ്ദേഹം പറയുന്നത് എല്ലാ കുട്ടികൾക്കും കുട്ടികളായി തന്നെ ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ടാവുക എന്നുള്ളതാണ്. അവർക്ക് വളരാനും
പഠിക്കാനും കളിക്കാനും അതുപോലെ ചൂഷണത്തിൽ നിന്ന് മോചിതരാകാനുമുള്ള ഒരു അവകാശം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുകയാണ്. He dedicates his life to freeing children from labor and ensuring their access to education. അങ്ങനെ ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം അദ്ദേഹം ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്രൈസിസ് നോക്കിംഗ് ഓൺ ദ ഡോർസ് ഓഫ് ഹ്യൂമാനിറ്റി? ഇനി ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നാണ് പറയുന്നത്. The biggest crisis is fear and intolerance, which prevent children from receiving meaningful education and understanding their role as global citizens. അദ്ദേഹം പറയുന്നത് ഭയവും അതുപോലെ അസഹിഷ്ണുതയുമാണ് ഇന്ന് മനുഷ്യ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇതുമൂലം നമുക്ക് മീനിങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇവിടെ നൽകാൻ സാധിക്കുന്നില്ല. ലോകത്തുള്ള മനുഷ്യരെല്ലാവരും തന്നെ വ്യത്യസ്ത രാജ്യങ്ങളോ മതങ്ങളോ ആയാൽ തന്നെയും അവരെല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളൊരു സന്ദേശം നമ്മുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് അദ്ദേഹം ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് പറയുന്നത്. Satyajit warns that this failure will lead to increasing violence, endangering the future of humanity. അപ്പോൾ കൂടുതൽ മനുഷ്യർ ഇതുപോലെ അക്രമങ്ങളിലേക്കും അതുപോലെ വെറുപ്പിലേക്കും പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിന് ഇത് ഏറ്റവും വലിയ വെല്ലുവിളിയാവുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. വാട്ട് ഈസ് സത്യാർത്ഥീസ് ഒപ്പീനിയൻ ഓൺ കമ്പാഷൻ? ഇനി സഹാനുഭൂതിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്? Satyajit believes that despite rapid globalization, there is a lack of compassion in the world. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ആഗോളവൽക്കരിക്കപ്പെട്ടു. നമുക്കറിയാം ഇൻ്റർനെറ്റും അതുപോലെ മറ്റ് ടെക്നോളജിയും എല്ലാം വന്നുകൊണ്ട് ലോകത്ത് എല്ലാവരും ഇപ്പോൾ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും മനുഷ്യർ തമ്മിലുള്ള സഹാനുഭൂതി അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. He calls for globalizing compassion by uniting people in the fight against child exploitation and injustice, urging them to act with urgency and empathy. അപ്പോൾ നമ്മൾ മറ്റെല്ലാ ടെക്നോളജിയും അതുപോലെ ഈ സാമ്പത്തിക പ്രവൃത്തികളെല്ലാം തന്നെ ഇവിടെ ആഗോളവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇനി സഹാനുഭൂതി കൂടി നമുക്ക് ഗ്ലോബലൈസ് ചെയ്യണം. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ മനുഷ്യരിലേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ പോരാടാൻ കഴിയുക എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, റൈറ്റ് എ പാരഗ്രാഫ് ഓൺ സത്യാർത്ഥീസ് ഐഡിയ ഓഫ് എഡ്യൂക്കേഷൻ and the uses of it as discussed in the speech. വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശയവും അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും അദ്ദേഹം ഈ സ്പീച്ചിൽ പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. സത്യാർത്ഥി ഹൈലൈറ്റ്സ് എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെൻ്റൽ ടൂൾ ഇൻ അറ്റൈനിങ് ഗ്ലോബൽ പീസ്. ലോക സമാധാനം ഉറപ്പുവരുത്തുന്നതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ടൂളായിട്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെ കാണുന്നത്. He considers education as a tool for change in the fight against child labor, poverty and violence. അതുകൂടാതെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല അനീതികളുണ്ട്. നമ്മളിവിടെ എടുത്തു പറയുന്ന ഈ ചൈൽഡ് ലേബർ, അതുപോലെ തന്നെ പോവർട്ടി, വയലൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അവയ്ക്കെതിരെയെല്ലാം ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടൂളായിട്ടാണ് അദ്ദേഹം എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത്. ട്രൂ എഡ്യൂക്കേഷൻ ഷുഡ് പ്രൊവൈഡ് മീനിങ്, പർപ്പസ് ആൻഡ് ഗ്ലോബൽ അവെയർനെസ്, നോട്ട് ജസ്റ്റ് ബേസിക് ലിറ്ററസി. അപ്പോൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ഈ സിലബസിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറേ പഠിക്കുക എന്ന് മാത്രമല്ല, മറിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ അവെയർനെസ്, ലോകത്ത് എല്ലായിടത്തുമുള്ള മനുഷ്യർ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളൊരു സഹാനുഭൂതിയും എല്ലാം വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇറ്റ് ഷുഡ് ബി എയിംഡ് അറ്റ് മോറൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. Education must foster empathy, responsibility and a sense of global citizenship. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അക്കാഡമിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, അതൊരു മോറൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ആളുകളുടെ ധാർമ്മികവും സാമൂഹികവുമായിട്ടുള്ള മൂല്യങ്ങൾ കൂടി വർദ്ധിപ്പിക്കുന്നതായിരിക്കണം എഡ്യൂക്കേഷൻ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അങ്ങനെ ഈ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ഒരു സാമൂഹിക ഉത്തരവാദിത്വവും അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്, ലോകത്തെ എല്ലായിടത്തുമുള്ള മനുഷ്യർ ഒരുപോലെയാണ് എന്നുള്ള ഒരു ബോധ്യവുമെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. The absence of quality education leads to fear, intolerance and violence, endangering humanity.
അങ്ങനെ നമുക്ക് ഇത്തരം ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ ഇതുപോലെ ഭയത്തിലേക്കും അതുപോലെ അസഹിഷ്ണുതയിലേക്കും തിരിഞ്ഞുകൊണ്ട് ലോകത്ത് അക്രമങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് എല്ലായിടത്തുമുള്ള മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ചിന്ത ഇല്ലെങ്കിൽ ഇതുപോലെ ജാതിയുടെയും മതത്തിൻ്റെയും അതുപോലെ രാജ്യത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ആളുകൾ തമ്മിൽ അക്രമം നടത്തുന്ന ഒരു സാഹചര്യമാണ് ലോകത്തിൽ ഉണ്ടാവുക എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. Therefore, it is important to use education for a compassionate society. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്നത് ഒരു സഹാനുഭൂതിയുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ടൂളായിട്ട് ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. എഡ്യൂക്കേഷൻ ഈസ് ഓൾസോ എ ടൂൾ ഫോർ എംപവർമെൻറ്റ്. ഇതുകൂടാതെ എംപവർമെൻറ്റിന് കൂടി ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണെന്ന് അദ്ദേഹം എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നു. എഡ്യൂക്കേഷൻ എനേബിൾസ് ചിൽഡ്രൻ ടു റീക്ലെയിം ദർ റൈറ്റ്സ്, എസ്കേപ്പ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു എ ജസ്റ്റ് ആൻഡ് പീസ്ഫുൾ സൊസൈറ്റി. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് അവബോധം ഉണ്ടാവുകയും അതുപോലെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാവും, അതുപോലെ നല്ലൊരു ഭാവി അവർക്ക് നൽകാനും എല്ലാം എഡ്യൂക്കേഷനിലൂടെ സാധിക്കും എന്ന് കൂടി അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂളായിട്ടാണ് അദ്ദേഹം എഡ്യൂക്കേഷനെ കാണുന്നത്. അടുത്ത ചോദ്യം, how can different systems in the society contribute to stop child labor and child trafficking? ഇനി ചൈൽഡ് ലേബറും ചൈൽഡ് ട്രാഫിക്കിങ്ങും നിർത്തുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക എന്ന് അദ്ദേഹം പറയുന്നത്. സത്യാർത്ഥി emphasizes the role of different systems in the society in the fight against child labor and child trafficking. ഇതുപോലെ ചൈൽഡ് ലേബറിനെതിരെയും ചൈൽഡ് ട്രാഫിക്കിങ്ങിനെതിരെയുമായിട്ടുള്ള പോരാട്ടത്തിൽ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. He calls on governments to implement strict child protection laws, invest in education and support welfare programs. അദ്ദേഹം ഗവൺമെൻറ്റുകളോട് പറയുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക, അതുകൂടാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക, കൂടാതെ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണെന്ന് അദ്ദേഹം പറയുന്നു. He also asks for more responsibility from businesses. ഇതുകൂടാതെ ബിസിനസ് സ്ഥാപനങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. They need to ensure ethical practices and remove child labor from supply chains. അവരുടെ ബിസിനസ്സുകളിൽ അവർ എത്തിക്കലായിട്ടുള്ള, അതായത് ധാർമ്മികതയിൽ നിരക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ മാത്രമേ ചെയ്യാവൂ. അതുപോലെ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൈൽഡ് ലേബർ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം എന്ന് അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും പല കമ്പനികളും നേരിട്ട് ചൈൽഡ് ലേബറിൽ ഏർപ്പെടുന്നുണ്ടാവില്ല, പക്ഷേ അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചൈൽഡ് ലേബർ കടന്നു വരാവുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു തുണിക്കടയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അവർ വിൽക്കുന്ന തുണികൾ ഒരുപക്ഷെ ഈ കോട്ടൺ അവിടെ കൃഷി ചെയ്യുന്ന പാടങ്ങളിലോ മറ്റോ ഒരുപക്ഷെ ബാലവേല ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവാം. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഡ്രിങ്കിൻ്റെ കാര്യം, പെപ്സിയോ കൊക്കക്കോളയോ കുടിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഫാക്ടറിയിലും മറ്റുമൊന്നും ഈ കമ്പനികൾ ഇതുപോലെ ചൈൽഡ് ലേബർ നടത്തുന്നുണ്ടായിരിക്കില്ല. പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ കൊക്കോ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ബാലവേല ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. നമുക്കറിയാം ഈ തേയിലത്തോട്ടങ്ങളിലും കാപ്പിത്തോട്ടങ്ങളിലും ഒക്കെ പല ചൂഷണങ്ങൾ നടക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനികൾ ഒരുപക്ഷെ ഇത് നേരിട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. എങ്കിൽ തന്നെയും അവർ ഈ പ്രൊഡക്റ്റ് വാങ്ങുകയും അവർ സേവനങ്ങൾ ആശ്രയിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിലൊന്നും തന്നെ ഈ ചൈൽഡ് ലേബർ നടക്കുന്നില്ല എന്ന് ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ബിസിനസ്സുകൾ നടത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇന്റർനാഷണൽ കൊളാബറേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇതുകൂടാതെ അന്താരാഷ്ട്ര സഹകരണം കൂടി പ്രാധാന്യമുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇന്റർ ഗവൺമെൻറ്റൽ ഏജൻസീസ് മസ്റ്റ് ആക്സലറേറ്റ് കോർഡിനേറ്റഡ് ആക്ഷൻ അഗെയിൻസ്റ്റ് ചൈൽഡ് ട്രാഫിക്കിംഗ്. പ്രത്യേകിച്ചും മനുഷ്യക്കടത്ത് പോലുള്ള കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. Civil society has a very important role. NGOs and grassroots movements should rescue children, spread awareness and advocate for stronger policies. ഇതുകൂടാതെ സിവിൽ സൊസൈറ്റി, പൗരസമൂഹത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രാദേശികമായിട്ടുള്ള സംഘടനകളും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള വ്യക്തികളും തന്നെ അവരവരുടെ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുന്നില്ല എന്നതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇതുകൂടാതെ ഇതിനെ സംബന്ധിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിലെല്ലാം തന്നെ ഓരോ വ്യക്തികൾക്കും അതുപോലെ തന്നെ ഓരോ പ്രാദേശിക സമൂഹങ്ങൾക്കും വലിയ പങ്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു.
ഫെയ്ത്ത് ലീഡേഴ്സ് ആൻഡ് റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഷുഡ് യൂസ് ദെയർ ഇൻഫ്ലുവൻസ്. ഇതുകൂടാതെ മതപുരോഹിതന്മാരും അതുപോലെ തന്നെ മതസംഘടനകളുമെല്ലാം തന്നെ അവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം നമുക്കറിയാം, മതപുരോഹിതർക്കും അതുപോലെ മതസംഘടനകൾക്കെല്ലാം നമ്മുടെ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം അവിടെ ആവശ്യപ്പെടുന്നു. റിലീജിയസ് ഫിഗേഴ്സ് ഷുഡ് പ്രൊമോട്ട് ചിൽഡ്രൻസ് റൈറ്റ്സ് ആൻഡ് ഡിനൗൺസ് എക്സ്പ്ലോയിറ്റേഷൻ. കുട്ടികളുടെ അവകാശത്തിന് വേണ്ടിയുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനും അതുപോലെ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങൾ എതിർക്കുന്നതിനും വേണ്ടിയിട്ട് ഈ മതസംഘടനകളും അതുപോലെ മതപുരോഹിതരും അവർക്ക് സമൂഹത്തിലുള്ള സ്വാധീനം ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ബിയോണ്ട് ഓൾ, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇതുകൂടാതെ ഓരോ വ്യക്തികൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. എവറി പേഴ്സൺ മസ്റ്റ് ആക്ട് വിത്ത് കമ്പാഷൻ, ഡിമാൻഡ് എത്തിക്കൽ പ്രാക്ടീസസ് ആൻഡ് സപ്പോർട്ട് ഇനീഷ്യേറ്റീവ്സ് ഫോർ ചൈൽഡ് വെൽഫെയർ. ഓരോ വ്യക്തികളും ഇതുപോലെ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അതുപോലെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇത്തരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് ഈ പോരാട്ടത്തിൽ കൃത്യമായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് 2 എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അനലൈസ് സത്യാർത്ഥീസ് കൺസെപ്റ്റ് ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇൻ ഇറാഡിക്കേറ്റിംഗ് ചൈൽഡ് ലേബർ എന്നാണ് നമുക്ക് ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ആ ഒരു ക്വസ്റ്റ്യനിലും ഈ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും നമുക്ക് ഈ ഒരു ആൻസർ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൽ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, കൈലാഷ് സത്യാർത്ഥി's vision is shaped by his experiences and his work as an activist. Elucidate. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീക്ഷണം ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ രൂപപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അത് വിശദീകരിക്കാനാണ് ചോദ്യം. കൈലാഷ് സത്യാർത്ഥി's vision is shaped by his experiences and his work as an activist. ഇദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളും അതുപോലെ ഒരു ആക്ടിവിസ്റ്റ് എന്ന പ്രവർത്തനത്തിലൂടെ അദ്ദേഹം നേടിയിട്ടുള്ള അനുഭവങ്ങളുമാണ് ഇദ്ദേഹത്തിൻ്റെ വീക്ഷണം രൂപപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ്. സത്യാർത്ഥി വാസ് ഡീപ്ലി ഡിസ്റ്റർബ്ഡ് ബൈ ചൈൽഡ് ലേബർ ഫ്രം എ യങ് ഏജ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ചൈൽഡ് ലേബർ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരുന്നു. എ ഡിഫൈനിങ് മൊമെന്റ് വാസ് മീറ്റിംഗ് എ കോബ്ലർ ബോയ് ഔട്ട്സൈഡ് ഹിസ് സ്കൂൾ ഹു ബിലീവ്ഡ് ഹി വാസ് ബോൺ ടു വർക്ക്. ഇദ്ദേഹം ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സ്കൂളിന് പുറത്ത് ഒരു കോബ്ലർ ബോയ്, ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ ഇദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ എന്തുകൊണ്ട് ആ കുട്ടിയും സ്കൂളിലേക്ക് വരുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ അദ്ദേഹം ആ സമയത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി വളരെ ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് പോകാനൊന്നും അവർക്ക് കഴിയില്ല. അവരിങ്ങനെ ജോലി എടുക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് വിശ്വസിച്ച ആളുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടായിരുന്നു. ദിസ് ഇൻസിഡൻറ്റ് ഇൻസ്പയർഡ് സത്യാർത്ഥീസ് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ബാലവേലയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീക്ഷണമെല്ലാം ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ടൊക്കെ രൂപപ്പെട്ടു വരുന്നതാണ് നമുക്ക് കാണാവുന്നതാണ്. His experiences as an activist were influential in shaping his vision. ഇനി ഇദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെല്ലാം തന്നെ ഈ ഒരു വീക്ഷണം ശക്തപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട്. His encounters with trafficked children, child laborers and abuse victims strengthened his resolve to fight for child rights. അദ്ദേഹം ഇത്തരത്തിൽ ഈ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത്തരം കുട്ടികളെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ ബാലവേലയ്ക്കെതിരായിട്ടുള്ള കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ശക്തിപ്പെടുത്തണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിഷൻ രൂപപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. He personally rescued thousands of children from bonded labor, trafficking and slavery. During the mission, he witnessed their suffering and struggles. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരുപാട് കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ അതിന് അദ്ദേഹം സാക്ഷിയാവുകയും അവരുടെ കഥകൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട്. He met his child soldier forced to kill his family, an 8-year-old girl who asked him why he didn't come earlier, and a child laborer who longed for a toy instead of a tool. These experiences impacted him deeply. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള പല അനുഭവങ്ങളെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതിലൊരു ചൈൽഡ് സോൾജിയറെ കുറിച്ച് പറയുന്നുണ്ട്. ആഫ്രിക്കയിലെ ഈ കലാപത്തിൽ ഈ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിട്ട് നിർബന്ധിച്ച് സോൾജിയർ ആക്കിയിട്ട് ഒരു കുട്ടിയുടെ ഒരു കഥ പറയുന്നുണ്ട്. സ്വന്തം കുടുംബത്തെ കൊല ചെയ്യേണ്ടി വന്നിട്ടുള്ള ആ ഒരു കുട്ടിയുടെ അവസ്ഥ.
അതുപോലെ തന്നെ ബാലവേലയിൽ നിന്ന് അദ്ദേഹം 8 വയസ്സായ ഒരു കുട്ടിയെ രക്ഷിച്ച സമയത്ത് നിങ്ങൾ എന്താണ് വരാൻ വൈകിയത് എന്ന് ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തകർത്ത് കളഞ്ഞത് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടാതെ ഈ പണി ആയുധങ്ങൾക്ക് പകരം കളിപ്പാട്ടങ്ങൾ എന്താണ് എനിക്ക് തരാത്തത് എന്ന് ചോദിക്കുന്ന ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം അനുഭവങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ വളരെ ആഴത്തിൽ സ്പർശിച്ചതാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. He believes denying children their dreams is the worst violence in the world. അപ്പോൾ കുട്ടികൾക്ക് സ്വപ്നം കാണാനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ അക്രമം എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഹിസ് ലൈഫ്സ് ഓൺലി മിഷൻ ഹാസ് ബിക്കം ഹെൽപ്പിംഗ് ആൻഡ് റെസ്ക്യൂയിങ് സ്ട്രഗ്ലിംഗ് ചിൽഡ്രൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം കുട്ടികളെ സഹായിക്കുക, കുട്ടികളെ രക്ഷിക്കുക എന്നത് മാത്രമായിട്ട് വന്നിരിക്കുന്നു. The experiences he went through in these missions were influential in shaping the vision. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളും പ്രത്യേകിച്ചും ഈ ഒരു ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ അദ്ദേഹം അവിടെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഈ ജീവിത യാഥാർത്ഥ്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷൻ ശക്തിപ്പെടുത്തുന്നതിനും രൂപപ്പെടുത്തുന്നതിനും കാരണമായിട്ടുണ്ടെന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ രണ്ടാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സത്യാർത്ഥിയുടെ കൺസെപ്റ്റ് ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിലും സെയിം ചോദ്യം തന്നെയാണുള്ളത്. അപ്പോൾ അതിലെ ആൻസർ തന്നെ നമുക്ക് ഈ ഒരു അദ്ദേഹത്തിൻ്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള എസ്സേയിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.